ഹലോ ഹായ് നമസ്കാരം. ഇന്ന് നമുക്ക് നല്ലൊരു ചിക്കൻ കറി വയ്ക്കാം. ഒരു 3 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചത്. ഇവിടെ ഇച്ചിരി വെട്ടം കുറവാട്ടോ, കറണ്ട് ഇല്ലാത്തതുകൊണ്ട്. അതിലേക്ക് ആവശ്യമായ ചേരുവകൾ നോക്കാം. ഒരു 6 സവോള എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതേപോലെ 3 പച്ചമുളക്, 2 കഷ്ണം വലിയ ഇഞ്ചി, അതേപോലെ ഒരു 1.5 കുടം വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ഓൾ സ്പൈസസ്, പെരുംജീരകം, കുരുമുളക് എല്ലാ ഓൾ സ്പൈസസ് എടുത്ത് വെച്ചിട്ടുണ്ട് കുറേശ്ശെ. പിന്നെ അതേപോലെ ഒരു 50 ഗ്രാം നട്ട്സ് വെള്ളത്തിലിട്ട് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് 3 നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, അത് ഓൾ സ്പൈസസ് എല്ലാം കൂടെ നന്നായി അരച്ച് പേസ്റ്റ് ആക്കിയിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അതേപോലെ അതിനാവശ്യമായ ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല. ഞാൻ മീറ്റ് മസാലയിലാണ് എപ്പോഴും ചിക്കൻ വയ്ക്കാറ്. അപ്പോൾ അതുകൊണ്ട് മീറ്റ് മസാല ആവശ്യത്തിന് വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു ഉരുളി ചൂടാക്കാൻ അടുപ്പത്ത് വെച്ച് അത് നന്നായി ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നല്ലോണം ചട്ടി ചൂടാവണം. നന്നായി ചൂടായിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കാരണം ഇതെല്ലാം ഒരു അളവാണ്, നമുക്ക് കൈയുടെ അളവ് വെച്ചിട്ട് ഇടുന്നതാണ്. മല്ലിപ്പൊടി, അടുത്ത മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 2.5 സ്പൂണോളം മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. അതെല്ലാം നമ്മളുടെ എരിവിനൊക്കെ അനുസരിച്ചാണ്, ഓരോരുത്തരുടെ എരിവ് എത്രയോ അതിനനുസരിച്ചിട്ടാണ് നമ്മളത് ഇടുന്നത്. അടുത്ത മുളക് പൊടി ഇട്ട് കൊടുക്കാം. അത് നമ്മുടെ കാശ്മീരി ചില്ലിയൊന്നുമില്ല, നോർമൽ മുളക് പൊടിയാണ്. നമുക്ക് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടിയും ഇടാം. 2 സ്പൂണ് ഞാൻ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. മീറ്റ് മസാല 3.5 സ്പൂൺ മീറ്റ് മസാലയാണ് ഞാനതിലേക്ക് ആഡ് ചെയ്യുന്നത്. അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിട്ടതിന് ശേഷം നന്നായിട്ട് നമുക്കത് മൂപ്പിച്ചെടുക്കണം. നല്ലവണ്ണം മൂക്കണം. എണ്ണയിൽ കിടന്നിട്ട് അതിൻ്റെ പച്ചമണം നന്നായിട്ട് പോയി നന്നായി മൂത്ത് വരും. ഇതിൻ്റെ കൂടെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്താൽ നല്ലൊരു കളറ് നമുക്ക് കിട്ടും. അതില്ലെങ്കിലും കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും. കളറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് മൂക്കട്ടെ. മൂത്തതിന് ശേഷം നമുക്ക് നന്നായി അത് മൂത്ത് തിളച്ചിങ്ങനെ വരുന്നുണ്ട്. എണ്ണയിൽ കിടന്നിട്ട് ആ പൊടിയെല്ലാം കൂടെ നന്നായി എണ്ണ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കഴുകി എടുത്തു വച്ചിരിക്കുന്ന ചിക്കൻ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ ചിക്കനും നമുക്ക് നന്നായി കഴുകി വെച്ചിരിക്കുന്ന ചിക്കന് അതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഇട്ട്, ഉപ്പെല്ലാം ഓരോരുത്തരുടെ അളവിനനുസരിച്ച് ഇടണം. ഞാനിപ്പോൾ ഒരു 1.25 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. അത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. എല്ലാവരെയും ആ ഉപ്പും ആ മസാലയൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നമുക്കൊന്ന് ഇത് കൊടുക്കാം. നന്നായിട്ട് എല്ലാവിടേക്കും അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കണം. നമുക്ക് എല്ലാവിടെയും മുളക് പൊടി എല്ലാ ചിക്കനിലേക്കും വെക്കണം. അതിന് ശേഷം എല്ലാം ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് 1 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഗ്രേവിയൊക്കെ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് നോക്കി ഒഴിക്കാം. ചിലർക്ക് ഗ്രേവി ഒത്തിരി ഇഷ്ടമാണ്, ചിലർക്ക് ഗ്രേവി ഒത്തിരി വേണ്ട, ഡ്രൈ ആയിരിക്കണം. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഒരു ഗ്രേവി സ്റ്റൈലിലാണ് വെക്കുന്നത് ഈ ചിക്കൻ കറി. അപ്പോൾ നന്നായിട്ട് ആ വെള്ളം കൂടെ എല്ലാവിടെയും ആക്കി ഇളക്കി നമുക്കത് മൂടി വയ്ക്കാം. അത് ചിക്കനൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, പക്ഷേ വെന്തിട്ടില്ല. ഒന്നും കൂടെ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അതോടുകൂടി തന്നെ ഇപ്പുറത്തൊരു പാൻ വെച്ച് വെളിച്ചെണ്ണ, ബാക്കി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബാക്കി വെളിച്ചെണ്ണ കൂടെ എടുത്തിട്ട് നമുക്കതിൽ സവോള വഴറ്റാം. അപ്പോഴത്തേനും അവിടെ ചിക്കൻ അവിടെ തിളച്ചുകൊണ്ടിരിക്കുക, വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു 6 സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 3.5 കിലോ ചിക്കനുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളൊരു 6 സവോള, വലുതല്ല, ഒരു മീഡിയം ടൈപ്പ് സവോളയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് നമുക്ക് അതിലിട്ട് കൊടുക്കാം. അതൊന്ന് വഴന്ന് വരാൻ വേണ്ടി, പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടി കുറച്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. നോക്കിയിട്ട് വേണം ഇടാൻ, കാരണം ചിക്കനിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്ത് നമുക്കതിലിടാം. ഇത് നാടൻ കറിവേപ്പിലയാണ്, അത് കാരണം കൊണ്ട് നമുക്ക്
ധൈര്യത്തിൽ തന്നെ അതിലേക്ക് എത്ര കറിവേപ്പില വേണമെങ്കിലും നമുക്കിടാം. കാരണം നാടനായതുകൊണ്ട് ഒരു വിഷമൊന്നും ചേർക്കാത്തൊരു കറിവേപ്പിലയാണ്. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നല്ലൊരു ഒത്തിരി ഒരു വിധം നമുക്കത് വഴന്ന് വരുമ്പോൾ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന കശുവണ്ടി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഹോൾ സ്പൈസസ് അതെല്ലാം നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്. ആ അരപ്പിനെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇത്രയുണ്ട്. അതിൻ്റെ 1/4 ഭാഗമേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ, മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല. അതിൻ്റെ ഒരു 50 ഗ്രാം കാഷ്യൂ നട്ടാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ അളവിനുള്ള എല്ലാ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളമേ ഞാനിപ്പോൾ ഈ ചിക്കൻ കറിയിലേക്ക് ഇടുന്നുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റണം. ഇതിൻ്റെ പച്ചമണം പോകണം നന്നായിട്ട്. കാരണം വെളുത്തുള്ളിയുടെ ആ റോ ടേസ്റ്റ്, പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയൊക്കെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറണം. അതുവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ അവിടെ വെന്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ ഈ സബോള വഴറ്റിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പരിപാടി തീർന്നു കിട്ടും. നമ്മൾ സബോളയൊക്കെ വഴറ്റി പിന്നെ ചിക്കൻ വേവിക്കാനൊക്കെ നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനൊക്കെ ആവശ്യമുള്ള നമ്മൾ കുറച്ച് അതിൽ മുളക് പൊടി എല്ലാ മസാലാസ് ഇട്ടിട്ടുണ്ട്. പക്ഷേ കുറച്ച് പൊടികളും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർക്കാം. അങ്ങനെ അതിൻ്റെയും പച്ചമണം പോകുന്നവരെ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഒത്തിരി ഇടരുത്, കാരണം നമ്മൾ ചിക്കനിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മളിതിലിടാൻ. നമുക്കതോടൊപ്പം തന്നെ അത് പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് തക്കാളി അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. ആ തക്കാളി ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളി കുക്കാകുമ്പോഴത്തേനും ആ പൊടി നന്നായിട്ട് മൂക്കും ചെയ്യും, അത് കരിഞ്ഞു പോകത്തുമില്ല. അങ്ങനെ ആ തക്കാളിയുടെ കുറച്ച് ഈർപ്പമുണ്ടല്ലോ അപ്പോൾ അതിൽ കിടന്നിട്ട് തന്നെ ആ പൊടിയെല്ലാം കൂടി നന്നായിട്ട് വഴന്ന് വരും ചെയ്യും. അതുകൊണ്ട് ഇപ്പോൾ തക്കാളി ഇടുന്നതായിരിക്കും. ഞാൻ എപ്പോഴും അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. മസാലാസ് ഇട്ട് പൊടികളെല്ലാം ഇട്ടതിന് ശേഷമാണ് ഞാൻ തക്കാളി ഇടാറുള്ളൂ. അപ്പോൾ നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്ന ചിക്കനിലേക്ക് നമുക്ക് ഈ ഉള്ളി വഴറ്റിയ കൂട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതിനെ ഇളക്കി യോജിപ്പിച്ച് എല്ലായിടയ്ക്കും ആ മസാലയെല്ലാം എല്ലായിടയ്ക്കും ആക്കി ഏകദേശം നല്ല രീതിയിൽ തന്നെ ചിക്കൻ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്നും കൂടെ ആ സബോള എല്ലാം കൂടെ അതിൽ ഇളക്കി യോജിപ്പിച്ച് അതിലോട്ട് കൊടുക്കണം. നല്ല രീതിയിൽ നല്ല ടേസ്റ്റാണ് ഈ ചിക്കൻ കറി കഴിക്കാൻ. ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഗ്രേവി കൂട്ടാം. പക്ഷേ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ തേങ്ങാപ്പാൽ ഒഴിക്കുന്നില്ല, വെള്ളമാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഇച്ചിരി ലൂസായിട്ടുള്ള ഇതാണ്, കാരണം ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു പരുവത്തിലുള്ള ഒരു ഗ്രേവി ആയിരിക്കണം. അപ്പോൾ ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുകയുള്ളൂ. അപ്പോൾ ഞങ്ങൾക്കിവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് പാൽ പിഴിയാനൊരു നിവൃത്തിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് തേങ്ങാപ്പാൽ പിഴിയാതിരുന്നത്. അപ്പോൾ വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. അതൊക്കെ വെന്തു. ലാസ്റ്റ് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടാൽ അടിപൊളി നല്ല ടേസ്റ്റിയായ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക. എല്ലാവർക്കും ഇതുപോലെ വെച്ച് എല്ലാവരും കഴിക്കും. ഓക്കെ, താങ്ക് യു.